السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه وأتباعه وأزواجه وأهل بيت سيدنا مولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا أصحاب الوقت أعرض بحكم النيابة عنكم. يا صاحب الوقت أعرض بكم نيابة عنكم وأضع جبهتي تحت قدميكم. يا صاحب الوقت في جبهتي تحت نعالكم أعرض بحكم نيابة عنكم. كافها يا عين صاد كفية حميم عين سين قاف حميت. وبحمزة الغفار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الغفار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الغفار عم المصطفى أسد الإله وسيد الشهداء. واعلموا يا أمة سيدنا مولانا محمد. സ്നേഹമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നമ്മുടെ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. വളരെ ആലോചിച്ചും ചിന്തിച്ചും ഒരുപാട് ചർച്ചകളും യോഗങ്ങളൊക്കെ നടത്തി നല്ല ഒരു പണച്ചെലവിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അൽ ഹസനിമ അവർ സംഘടിപ്പിച്ച ഒരു വലിയ ദൗത്യത്തിലാണ്, പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. നമ്മൾക്ക് എന്ത് ഒരു നിഅമത്ത് ലഭിക്കുമ്പോഴും ആ നിഅമത്തിന്റെ വലിപ്പം ഉൾക്കൊള്ളുക എന്നത് അതിനോടുള്ള ഒരു നന്ദിയാണ്. മുതഅല്ലിമീങ്ങളാകുന്ന നമ്മൾ മുതഅല്ലിം ജീവിതത്തിൽ നമ്മൾക്കൊരു വീക്ക് വരാനുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ആസ്വദിക്കുന്നതൊന്നും ആസ്വദിക്കൂല. മുതഅല്ലിം ജീവിതം കഴിഞ്ഞ് പിന്നീട് ഉസ്താദാകുമ്പോഴാണ് നമ്മൾക്ക് അന്ന് കിട്ടിയ ആസ്വാദനത്തെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ അയവാക്കുക. അപ്പോഴേ നമ്മൾക്ക് ബോധ്യമാവുള്ളൂ. ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ദഅ്വാ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഉണ്ടെങ്കിൽ വിശേഷിച്ചു ഒരു ചെറിയ ഒരു വില പോലും നമ്മളെ മനസ്സിലേക്ക് കയറൂല. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതൊക്കെ നമ്മൾക്കായിട്ട് കിട്ടേണ്ടത് തന്നെയാണ്. നമ്മളിങ്ങനെ ഇവിടെ താമസിപ്പിക്കുന്ന സ്ഥിതിക്ക് അവർ തരേണ്ടതാണല്ലോ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനും കുളിക്കാനുള്ള വെള്ളവും ഉപയോഗിക്കുന്ന കരണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റും സാധനമൊക്കെ അങ്ങനെ നമ്മൾക്ക് വരുള്ളത് നമ്മളൊരു ബലഹീനതയാണ്. എന്നാൽ അതിൽ നിന്ന് തികച്ചു നമ്മളൊന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആമുഖമായി പറയുന്നത്. ഞാനിതിൻ്റെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടന്ന് 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് അവിടുന്ന് സെലക്റ്റഡായ മുതഅല്ലിമീങ്ങളെ വിളിച്ച് കൊണ്ടുവന്ന് നൽകിയ വിഷയങ്ങളാണെങ്കിലോ നമ്മൾക്ക് നന്നാകാൻ പറ്റിയ വിഷയം. ഈ ഒരു മോലേരിയത്ത് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനൊരു സത്തയുണ്ടല്ലോ. ആ സത്ത നമ്മൾക്ക് കിട്ടാൻ പറ്റിയ എല്ലാ ചേരുവകളും ഇവിടെ അപഗ്രഥിച്ചിട്ടുണ്ട്. അതാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഞാനിതിനെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. നിങ്ങളും അതിനങ്ങനെ തന്നെ കാണും. ഞാൻ ഒരു കണ്ടന്റ് പറയാം. മൻ അള്ളമ നിഅമത ഫഖദ് ശകറഹ വമൻ ശകറഹ ഫഖദ് ഇസ്തൗജബൽ മസീദ് ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ് എന്ന ആയത്തിന്റെ വിശദീകരണം എന്നോണം മഹാന്മാർ പറഞ്ഞു വെച്ചൊരു വാക്യമാണ്. തനിക്ക് കിട്ടിയ നിഅമത്ത് അതൊരു സംഭവമാണെന്ന് വിചാരിച്ചാൽ തന്നെ അതിനോട് നന്ദിയായി. അതിങ്ങനെ അത് അറിയാതെ പോവുക. ആ നിയമത്തെ നമ്മൾ ആസ്വദിക്കുക, എന്നിട്ട് നമ്മൾ ആസ്വദിക്കാതെ പോവുക.
അങ്ങനെ ആയിപ്പോ നമ്മൾ ഇതൊരു വലിയ സംഭവമാണ്, എനിക്ക് കിട്ടിയൊരു മുതലാണല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് അതിനോട് നന്ദി ഉണ്ടാവുക. നന്ദിയുള്ളവരാകുമ്പോഴാണ് ഇത് ഡെവലപ്പ് ആവുക, പിന്നീട് അത് ഉയരങ്ങൾക്ക് ഉയരങ്ങൾക്ക്. ഞാൻ എൻ്റെ ആമുഖത്തിൽ നിന്ന് നിങ്ങളിതൊരു സംഭവമായിട്ട് ഉൾക്കൊള്ളണം എന്നതിന് വേണ്ടി പറഞ്ഞാണ്. കാസർഗോഡ് ജില്ലയിൽ നടക്കം വിവിധ ജില്ലകളിലുള്ള കടഞ്ഞു തെളിച്ച രത്നങ്ങളാണ്. ഞാനീ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ പ്രതിനിധികളായി വന്ന ദർസുകളിലൊക്കെ നിങ്ങൾ ചർച്ചയാക്കണം. എല്ലാം ചർച്ചയാക്കണം, ഇതും ചർച്ചയാക്കണം. അഥവാ നമ്മൾ മീസാൻ ഓതുന്നു, അജിനാസ് ഓതുന്നു, സൂറയും കുബറയും ഓതുന്നു, സഞ്ചാൻ ഓതുന്നു, അവാമിൽ ഓതുന്നു, തഖ്വീമുൽ ലിസാൻ, അൽഫിയ, ഫത്ഹുൽ മുഈൻ, അങ്ങനെ തുടങ്ങിയിട്ട് തഫ്സീർ, മിഷ്കാത്ത്, മഹല്ലി, അവിടെ നിന്ന് അങ്ങോട്ട് മേപ്പോട്ട് പോയ ഖുതുബി, മുല്ലാ ഹസൻ, തഫ്സീർ ബൈളാബി, ബുഖാരി ഒക്കെ നമ്മൾ ഓതുന്നുണ്ട്. ഏകദേശം നമ്മളൊരു 7-8 കൊല്ലം ദഅ്വാ കോളേജിൽ തന്നെ ഉണ്ട്. 2 കൊല്ലം നമ്മുടെ ഒരു പ്രായത്തിൽ 60 വയസ്സിനിടയ്ക്കുള്ള ഒരു 5-8 വർഷം മദ്രസയിലും 10 വർഷം 11 വർഷം ഈ രംഗത്തുമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ 1/3 ഭാഗം പഠനത്തിന് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. 60 നമ്മൾ പ്രായം. സുലൈമാൻ ഉസ്താദിനോട് പെരുമാൾ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ സിയാറത്തിന് പോയിരുന്നു ചോദിച്ചു, കുറച്ച് ഔട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ സുലൈമാൻ ഉസ്താദ് 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 60 ആയതിന് ശേഷം പിന്നെ മരിച്ച അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. 60 ആയതിന് ശേഷം ഞാൻ കടം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നതുപോലെ 60 വരെ നമുക്ക് കണക്കൂട്ടാൻ പറ്റൂ. അതിനിടയ്ക്ക് നമുക്ക് കിട്ടിയത് 20 വർഷം, 21 വർഷം, 22 വർഷം. അപ്പൊ 1/3 അതിലധികം നമ്മൾ എന്തിൽ ചെലവഴിച്ചു? പഠനത്തിൽ ചെലവഴിച്ചു. നമ്മുടെ മദ്രസ, സ്കൂൾ, ഇതൊക്കെ ഈ പഠിച്ച പഠനങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് കിതാബ് തിരിഞ്ഞിട്ടുണ്ട്. തർക്കീബ് നന്നായി വെക്കാൻ അറിയാം, തസ്ലീമന്തിക്കും ഷഹത്തദീബും നന്നായി നടത്തി കൊടുക്കാൻ അറിയാം, നമ്മൾക്ക് ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കാൻ അറിയാം, മസ്അല ചോദിച്ചാൽ പറയാൻ അറിയാം, സിയാറത്ത് മുറശ്ശഹ, മുത്ലഖ, മുജറദ, ബിൽ കിനായ, ഇതൊക്കെ നമുക്ക് മണിയായിട്ടാണ്. പക്ഷേ ഇതുകൊണ്ട് ലഭിക്കേണ്ട യഥാർത്ഥമായ ഒരു സത്തയുണ്ട്. അതേതാണ്? മൂലരായി എന്നതുകൊണ്ട് ലഭിക്കേണ്ട യഥാർത്ഥമായ ഒരു സത്തയുണ്ട്. ആ സത്ത മഖാഫത്തുല്ലാഹ് എന്നൊരു സാധനമാണ്. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞ ഖശിയത്തുള്ളയാണ്. ഖൗഫ് ആമ്മും ഖശിയത്ത് ഖാസുമാണ്. ഹൈബത്ത് ഹൈ ലെവല. അപ്പൊ ഈ അള്ളാഹുവിലുള്ള ഒരു ഭയപ്പാട് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ച കാര്യം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ഇറങ്ങിയത് അത് നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ മുത്ത് ഇതുവരെ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആ അൽ ഉലമാഇന് ലഭിക്കേണ്ട ക്വാളിഫിക്കേഷൻ അത് ഖശിയത്തുള്ളയാണ്. അത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ മുണ്ട് മാറ്റി കുപ്പായം മാറ്റി തലീകെട്ട് കെട്ടി ഇറങ്ങിയ ഒരു വിഷയം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതകാലത്തിനിടയ്ക്ക് ഒരാളും നമ്മൾ വിശ്വസിച്ച നമ്മുടെ ഉമ്മയെ കാണേ, നമ്മൾ വിശ്വസിച്ച നമ്മുടെ ഉപ്പയെ കാണേ, നമ്മൾ വിശ്വസിച്ച നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ കാണേ, നമ്മൾ വിശ്വസിച്ച നമ്മുടെ പെങ്ങന്മാരെ മക്കളെ കാണേ, ഇതേവരെ ഒരു മൊബൈൽ ഫോണിൽ ഒരു തെറ്റായ മിസ്യൂസ് പോലും നടത്തിയിട്ടില്ല. എന്താ കാര്യം? നമ്മൾ അവരെ വിശ്വസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അമ്മയാണ്, ഇതിൻ്റെ വാപ്പയാണ്,
ഇതിൻ്റെ പെങ്ങളെ മോനാണ്, ഇതിന് 5 വയസ്സ് പ്രായമാണ്, ഇതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അവര് 3 വയസ്സായ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഒരബദ്ധവും ഒരാളും കണ്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേച്ചിൽപ്പുറങ്ങളിൽ വിവിധ തലങ്ങളിൽ നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു സംഗതിയും നമ്മളെ കാണുമെന്ന് വിശ്വസിച്ച, നമ്മൾ കാണുന്നു എന്ന് വിശ്വസിച്ച ഒരാളെ കാണുകയും സംഭവിച്ചിട്ടില്ല. അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. നമ്മൾ ഒരു തെറ്റിന്റെ വൈലുവായി, മാനിഫെസ്റ്റോവായി നമ്മൾ സ്വീകരിച്ച നിലപാടെന്താ? നമ്മൾ സ്വീകരിച്ച നിലപാട് ആരും കാണരുത്. അത് തെറ്റിന്റെ മാനിഫെസ്റ്റോ ആണ്. ആരും കാണരുത്. ഈ ആരും എന്നതിൽ നമ്മൾ അള്ളാഹുവിനെയും മുത്തുനബിയെയും മലായികത്തുകളെയും ഉൾക്കൊള്ളിച്ചില്ല. അവരെയും കൂടി, അള്ളാഹുവിനെയും മുത്തുനബിയെയും മലായികത്തുകളെയും കൂടി ആരും എന്ന ഉമൂമിലേക്ക് നമ്മൾ കടത്തലാണ് ഖശിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണ്, വെരി സിമ്പിളാണ്. കാരണം നമ്മളിൽ തെറ്റ് സംഭവിച്ചത് മുഴുവനും നമ്മൾ കാണുകയും നമ്മളെ കാണുന്നെന്ന് വിശ്വസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ വെച്ചല്ല. നമ്മൾ കാണുമെന്ന് നമ്മൾ കാണാതിരിക്കുകയും നമ്മളെ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ വെച്ചാണ്. എന്തുകൊണ്ട്? അവരിലുള്ള വിശ്വാസം നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അഥവാ അല്ലാഹു കാണുന്ന ഒരു പടച്ചവനിൽ നമ്മൾക്ക് വിശ്വാസം ലഭിച്ചിട്ടില്ല. ഞാൻ ഒരായത്ത് ഓതാം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായിട്ടും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. ഈ ആയത്ത് ആദ്യമായിട്ട് ഓതി അർത്ഥം വെച്ചപ്പോ ഞാൻ ഒന്ന് കാണി, മുത്തഖിയാകണമെങ്കിൽ അല്ലാഹു സ്വീകരിച്ചു കിട്ടണം. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മുത്തഖിയാകണം. ഇത് ദൗറാണല്ലോ. അപ്പൊ മുത്തഖിയാകണം എന്ന തവഖുഫു ശൈഇ അലാ നഫ്സി വരുമല്ലോ എന്ന് ചിന്തിച്ചു പോയി. അപ്പൊ എന്താ സംഭവം? മുത്തഖിയായാലേ അല്ലാഹു തആല അമൽ സ്വീകരിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ നന്നായി ഉൾക്കൊള്ളണം. ഇത് നിങ്ങൾക്ക് മരിക്കുന്നത് വരെയും നിങ്ങളുടെ തദ്രീസിലും നിങ്ങളുടെ നസീഹത്തിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതുമാണ്. കേൾക്കണേ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നമ്മൾ പലപ്പോഴും ഓതിപ്പോയ ഒരായത്താണ്. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് സ്വീകരിക്കുള്ളൂ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആരാണ് മുത്തഖീൻ? അൽ-ബഖറ സൂറത്തിന്റെ ആദ്യ ഭാഗം ഹുദല്ലിൽ മുത്തഖീൻ. ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. ആരാ മുത്തഖീങ്ങൾ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം യുഅ്മിനൂന ഗായിബീന അനിന്നാസ്. ജനങ്ങളില്ലാത്തപ്പോഴും വിശ്വസിക്കുന്നവർ. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ വഴികാട്ടി. ഒരായത്ത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുള്ളൂ. എന്തിനെ? സ്വീകരിക്കേണ്ട എന്തിനെയും. നമ്മുടെ തഅല്ലും, നമ്മുടെ തഅലീം, നമ്മുടെ തദ്രീസ്, നമ്മുടെ നസീഹത്ത്, നമ്മളുടെ സംഘടനാ പ്രവർത്തനം, നമ്മുടെ മീറ്റിങ്ങുകൾ, കൺവെൻഷനുകൾ, എന്തൊക്കെ സുഹൃതങ്ങൾ, ദാനധർമ്മങ്ങൾ, വഅളുകൾ, പ്രസംഗങ്ങൾ ഒക്കെ സ്വീകരിക്കണമെങ്കിൽ മുത്തഖിയായാലേ സ്വീകരിക്കുള്ളൂ. ആരാ മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ജനങ്ങളെ തൊട്ടകന്നും വിശ്വസിച്ചവർ. യുഅ്മിനൂന ഗായിബീന അനിന്നാസി. ജനങ്ങളിൽ നിന്ന് അകന്നും അവർ ഇല്ലാത്തപ്പോഴും വിശ്വസിക്കുന്നവർ, അവരാണ് മുത്തഖീൻ.
അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇതുണ്ടായ അതൊക്കെ ഉണ്ടായി. മത്തിനാദ്യം പറഞ്ഞു, ഓ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമ്മളെ പറ്റി ചിന്തിക്കുക. ഞാൻ മുത്തഖിയാണോ? മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കുള്ളൂ. ഒരു ഹദീസ് ഞാൻ കോരിത്തട്ടെ. മൻ ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. വല്ലാത്ത ഹദീസാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി എന്ന ആയത്തിന്റെ വിശദീകരണത്തിന്റെ ചോടെ ഇമാം സാബിർ റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്ത, ചേർത്തി കൊടുത്ത ഹദീസ് ഇതാണ്. അതിനർത്ഥം എന്നറിയോ? നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അശ്ലീലങ്ങളിൽ നിന്നോ ദുരാചാരങ്ങളിൽ നിന്നോ ഒന്നും വിട്ടു നിൽക്കുന്നില്ല. അഥവാ നിസ്കാരം അവനെ മാറ്റി നിർത്തുന്നില്ല. എന്നാൽ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അവൻ അല്ലാഹുവിൽ നിന്ന് ഓരോ നിസ്കാരം കൊണ്ടും അകൽച്ചയെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് ഇന്ന് ളുഹർ നിസ്കരിച്ചപ്പോൾ അള്ളാഹുമായി എത്ര സാമീപ്യമാണോ അതിനേക്കാളും അകലെയാണ് ഇന്ന് അസ്ർ നിസ്കരിക്കുന്നത്. അതിനേക്കാളും അകലെയാണ് ഇന്ന് മഗ്രിബ് നിസ്കരിക്കുന്നത്. എപ്പോ? നിസ്കരിക്കുന്നു, തെറ്റ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, അശ്ലീലം കാണുന്നു, നിസ്കരിക്കുന്നു, അശ്ലീലം ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ദുരാചാരം ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ഒഴിക്കണമെന്നാവശ്യപ്പെട്ട, നിരാകരിക്കണമെന്നാവശ്യപ്പെട്ടതുമായി ബന്ധപ്പെടും. അവൻ അള്ളാഹുവിനോട് അടുക്കല്ല, നിസ്കാരമുണ്ട്, അകലെയാണ്. എന്താ ഒരു കാര്യം? നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹ് കൊടുത്തൊരു വാക്കുണ്ട്, എന്റെ മെയ്യും മനസ്സും നിന്നിലേക്ക് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലാർക്കും പാർട്ണർഷിപ്പ് ഇല്ല. ലോകമാന്യം, പേര്, പെരുമ, പ്രശസ്തി, ആളാകല്, ചീത്തപ്പേരൊഴിവല്, ഒരാൾക്കും ഇതിലൊരു പാർട്ണർഷിപ്പും ഇല്ല. എല്ലാവർക്കും അവനവന്റെ പാട്ടിന് പോകാം. ഇതിന്റെ പടച്ചോന് മാത്രം ഒമാനമിലും. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ മുഴുവൻ ആരാധനകളും, ഞാൻ എന്റെ ജീവിതം മുച്ചൂടും, അവസാനം ഞാൻ പടഞ്ഞു മരിക്കുമ്പോൾ എന്റെ മരണവും ഇല്ല എന്റെ പൊരുത്തത്തിന് മാത്രം. ഞാൻ എന്റെ പൊരുത്തത്തിനാ ജീവിക്കുന്നത്. അനക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. എന്തൊരു വർത്താനം! ഇല്ലട്ടാ, ആളാകാനല്ല, പേരിനല്ല, പെരുമക്കല്ല, ലോകമാന്യത്തിനല്ല, പ്രശസ്തിക്കല്ല, ചീത്തപ്പേരൊഴിയാനല്ല, എനിക്ക് മാത്രം. ഒരാൾക്കും ഇതിൽ പാർട്ണർഷിപ്പില്ല. എല്ലാവർക്കും അവനവന്റെ പാട്ടിൽ പോകണം. ഇങ്ങനെ വിശ്വസിക്കാനും ഇത് പറയാനുമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. വാനമിനൽ മുസ്ലിമീൻ, ഒരുപാട് നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളില്ലേ, അക്കൂട്ടത്തിൽ ഒരുവനായി ഞാൻ. ഇത് പ്രതിജ്ഞ ചെയ്തിട്ട് തുടങ്ങിയ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഘടക വിരുദ്ധം ആ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരാവുമ്പോത്തിന് പിന്നെയും വാക്ക് കൊടുത്തു. ആ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരാവുമ്പോത്തിന് വീണ്ടും തെറ്റ് ചെയ്തു. പിന്നെയും വാക്ക് കൊടുത്തു, പിന്നെയും മാറിയത്, പിന്നെയും വാക്ക് കൊടുത്തു, പിന്നെയും മാറിയത്. അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചു. മുത്തുനബി പറഞ്ഞു, ഈ കളി കളിച്ചാൽ അള്ളാഹുവിൽ നിന്ന് എന്റെ നിസ്കാരം കൊണ്ട് ഒരു തരി അടുക്കല്ലട. ഓരോ നിസ്കാരം കൊണ്ട് അകന്നകന്നു പോവുക. പേടിക്കേണ്ട ഒരു ഹദീസാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിസ്കാരം നിസ്കാരമാണ്. അലിഫ് ലാമിന്റെ അകമ്പടി സേവിച്ച് അത് അഫ്ലഹൽ മുഅ്മിനൂനന്റെ ഫായിലായ അൽ മുഅ്മിനൂനന്റെ ഫീ സ്വലാത്തിഹിം ഖാശിഊനക്ക് പറ്റിയ അലിഫ്, അതിലേക്ക് ഇശാറത്തിന് പറ്റിയ അലിഫ് ലാമുള്ള നിസ്കാരമാണോ തൻഹാ? അത് തടഞ്ഞു നിർത്തും അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിങ്ങൾ തെരീമിലേക്ക് വരും. തെരീമിൽ നിസ്കരിക്കുമ്പോൾ ബോധം കെട്ട് വീഴുന്നവർ 27-ാം രാവിനെ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ ബോധം കെട്ട് വീഴുന്നവരെ കടത്താനുള്ള കട്ടിലും ബെഡും ബെഡ്ഷീറ്റും സജ്ജീകരിച്ചിട്ട് ഒരു പള്ളിയിൽ നിസ്കാരം തുടങ്ങാം.
നിസ്കരിക്കാൻ വേണ്ടി മാത്രം, ഉംറക്കല്ല, സിയാറത്തിനല്ല. ഫർളായ നിസ്കാരവും തറാവീഹ് വിത്രടക്കമുള്ള നോമ്പിന്റെ നിസ്കാരവും നിസ്കരിക്കാൻ വേണ്ടി മാത്രം പ്ലെയിൻ കയറി വിവിധ രാഷ്ട്രത്തിൽ നിന്ന് ആളെത്തുക. വെള്ളിയാഴ്ച രാവ് നടക്കുന്ന ഒരു മൗലൂദുണ്ട്. അതിങ്ങനെ നടക്കുമ്പോൾ ഇടത്ത് വീഴും, വലത്ത് വീഴും, മുന്നിൽ വീഴും, പിന്നിൽ വീഴും, ബോധം കെട്ടങ്ങനെ വീഴും. ഹബീബ് ഉമർ തങ്ങള് അവിടെ ഒരു ലേശം വെള്ളെടുത്ത് ചിലപ്പോൾ കൊടയും പോലെ തട്ടിപ്പൊടഞ്ഞെണീക്കും. അള്ളാനെ പേടിച്ച് ബോധം കെട്ടു, അള്ളാനെ പേടിച്ച് ബോധം കെട്ട് വീണോലെ, എണീക്കാൻ വീണോലെ. എന്താ കാര്യം? എന്താ കാര്യം? നിസ്കാരാണ്. അതൊരു നിസ്കാരാണ്. അല്ലാഹു അക്ബർ ഇതിങ്ങട്ട് തക്ബീർ കെട്ടുമ്പോത്തിന് സദസ്സ് കരയിലോടും. അപ്പോഴേക്ക് സദസ്സ് കരയിലോടും. ഒരു നിസ്കാരത്തിൽ ഒരു പള്ളിയിൽ എത്തിയ, ഞാൻ അവിടെ എത്തിയ അവസരത്തിൽ 36 രാഷ്ട്രത്തിലെ മക്കളുണ്ട് അവിടെ. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ. 36 രാഷ്ട്രങ്ങളിലെ കുട്ടികൾ, ഇന്തോനേഷ്യ, മലേഷ്യ, തുനീഷ്യ, ആഫ്രിക്ക, സൗദി അറേബ്യ, UAE, അബുദാബി, എല്ലായിടത്തുനിന്നും മക്കളുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ളവര് കുട്ടികളല്ല. ഒരു വലുതായതിനു ശേഷം വലിയ വിദ്യാഭ്യാസ വിചക്ഷണത ഇസ്ലാമിലേക്ക് വന്നിട്ട് പിന്നീട് ഒരു കിനിവ് തേടിയെത്തിയവര്. എവിടെയാണ് ആത്മീയതയുടെ അടിവേരുള്ളത് തേടിയെത്തിയവര്? എന്തുകൊണ്ട് അവർക്ക് അതിന് സാധിച്ചു? അവിടെയാണ് നമ്മുടെ പൊരുത്തം. അവര് വിശ്വസിച്ച് നിസ്കരിച്ചു. അവര് മുത്തഖീങ്ങളായി നിസ്കരിച്ചു. മുത്തഖീങ്ങളായി നിസ്കരിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റിയ പരുവത്തിലായി. എന്തുകൊണ്ട് അവർ മുത്തഖീങ്ങളായി? അവര് ആളുള്ള സ്ഥലത്തിൽ നിന്നും ആളില്ലാത്ത സ്ഥലത്തിൽ നിന്നും, പകൽ സമയത്തും രാത്രി സമയത്തും, കഥകടച്ചപ്പോഴും കഥക് തുറന്നപ്പോഴും, അപരിചിതർക്ക് മുമ്പിലും പരിചിതർക്ക് മുമ്പിലും, നാട്ടിലും വിദേശത്തും അവര് അല്ലാഹനെ വിശ്വസിച്ചു. അപ്പോൾ ഒരു മുത്തഖീങ്ങളായി. അപ്പോൾ ഓലിൽ നിന്നത് സ്വീകരിച്ചപ്പോൾ അവർക്ക് എന്റെ മധുരം കിട്ടി. അപ്പോൾ അവർ കുറ്റമുക്തമായ ജീവിതം കിട്ടി. രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന്, കുറ്റമുക്തമായി ജീവിച്ച് നമ്മളെ ഒന്ന് നിയന്ത്രിച്ച് നമ്മൾ ഖഹർ ചെയ്ത് വമ്പിക്കാൻ, മനസ്സിലായോ? നമ്മളെ തന്നെയും മെരിക്കുക. ആ മെരിക്കൽ നമുക്ക് കിട്ടാനാണല്ലോ 7-ാം വയസ്സിൽ നിസ്കാരം തുടങ്ങിയത്. അക്കൗണ്ട് തുറക്കണീന്റെ 8 കൊല്ലം മുമ്പ് നമ്മൾ അക്കൗണ്ട് പതുക്കെ തുറന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ട് തുറക്കാൻ 8 കൊല്ലം മിച്ചമുള്ളപ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതേതാ? 7 വയസ്സ് പൂർത്തിയായപ്പോൾ നിസ്കാരം. അതിന്റെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ നിലക്ക് നമ്മൾ ട്രെയിനിങ് ചെയ്തപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്തുണ്ടായി? ഇന്ന് നമ്മൾക്ക് 5 വക്ത് നിസ്കരിക്കാതിരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ വന്നു. എടാ, അന്ന് യശസ്കരിച്ചിട്ടില്ല, ഞാൻ യശസ്കരിക്ക ഒന്ന് കടന്നിട്ട് എണീറ്റിട്ട് ഭയങ്കര ക്ഷീണം. ഇത് ഇങ്ങനെ കടന്ന നമ്മൾക്കും ഒരു വർക്ക് മുറുകണില്ല. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു നിസ്കരിച്ചിട്ടില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ എത്തിച്ചതെന്നാ. ഈ വരുന്ന റമദാനിൽ 2 മാസം 2-2.5 മാസമല്ലേ ഉള്ളൂ. ഈ വരുന്ന റമദാൻ മാസത്തിൽ നിങ്ങൾ 1 കോടി രൂപ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു റമദാനിന്റെ പട്ടാപ്പകലിൽ നോമ്പനുഷ്ഠിച്ച നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ തയ്യാറാകാത്ത എന്താണ്? വെള്ളത്തിന് എന്തോരാവശ്യം? 1 കോടി രൂപ എക്സ്ട്രയായി കിട്ടുന്നുണ്ട്. വെള്ളം കുടിക്കാം. ശരീരത്തിന്റെ ഇച്ഛ വെള്ളം കുടിക്കലാണ്. ശരീരത്തിന്റെ താല്പര്യം വെള്ളം കുടിക്കലാണ്. അതിന്റെ ഭാഗം 1 കോടി രൂപ വെച്ച് നീട്ടണുണ്ട്. നമ്മൾ അതിനെ പുച്ഛത്തോടെ തള്ളിയത് നമ്മുടെ ശരീരത്തെ നമ്മൾ മെരുക്കിയത് കൊണ്ടാണ്.
ഇത് നന്മകൾ ചെയ്യുന്നതിൽ സുന്നത്തായ കാര്യങ്ങൾ ഇരിക്കട്ടെ, ഫർളായ നിസ്കാരം, നോമ്പ് പോലൊത്ത ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മുടെ ട്രെയിനിങ് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ട്രെയിനിങ് തെറ്റായ കാര്യങ്ങളെ ഒഴിവാക്കുന്നതിലും നമ്മൾ ട്രെയിനിങ് ചെയ്യണം. അതാണ് നമ്മെ നാം വമ്പിക്കണം, നമ്മെ നാം മെരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന്, നമ്മൾ പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിനൊരു മധുരം കിട്ടും. ആ മധുരം നമ്മൾക്ക് കിട്ടിയാൽ പിന്നെ ഇന്ന് നമ്മൾക്ക് റമദാനിന്റെ നട്ടുച്ചക്ക് 1 കോടി രൂപ വെച്ച് നീട്ടിയവന്റെ മുമ്പിൽ പുച്ഛത്തോടെ അവജ്ഞയോടെ തള്ളാൻ നമ്മൾ പ്രേരിപ്പിച്ചതുപോലെ ഈ തെറ്റിൽ നിന്ന് മുക്തമാകാൻ അതിലേറെ ഡോസോടുകൂടി നമ്മൾ പ്രേരിപ്പിക്കും. എന്തുകൊണ്ട് നമ്മൾ മദ്യപിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ മദ്യപിക്കുന്നില്ല? മദ്യപിക്കുക എന്നത് ശരീരത്തിന് അരോചകമാകുന്ന വിധം അതിനെ നമ്മൾ മാറ്റി നിർത്തി. അപ്പോൾ മദ്യപാനം എന്ന് കേൾക്കുന്നത് തന്നെ അരോചകമായി. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു. നിരോധിത മേഖലയിൽ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഊർജമുണ്ടല്ലോ, അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രെയിനിങ് ചെയ്ത് നമ്മൾ മെരുക്കി നമ്മളെ തന്നെയും വമ്പിച്ച് നമ്മൾ ശരിപ്പെടേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിരോധാജ്ഞകളിൽ, അത് മുഴുവനും നിരോധിച്ചിട്ട് നമ്മൾ ഫീൽഡിലേക്ക് വരണം. എന്നാൽ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് മധുരമുള്ളൊരു നമസ്കാരം കിട്ടും. യമനികളെപ്പോലെ മധുരമുള്ളൊരു നിസ്കാരം കിട്ടും. ഇത് പറയുമ്പോ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ നിങ്ങൾ എന്നെ മനസ്സാക്ഷി കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇയാൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണോ? അല്ല, എല്ലാവരും നല്ലവരാണ്. സപ്പോസ് ഏതെങ്കിലും ഒരു വ്യക്തി ട്രാക്കു തെറ്റിയെങ്കിൽ അയാൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ ഞാൻ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ. ഇല്ലേ, ഇത് നിങ്ങൾക്കൊരു മേറ്റ് തരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ വൃത്തത്തിലെ, നിങ്ങളുടെ സ്ഥാപന വൃത്തത്തിലെ, നിങ്ങളുടെ സ്നേഹ കരവലയത്തിലെ ഒരു ഉപദേശത്തിനുള്ള മേറ്റ് തരികയാണ്. അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇനി എൻ്റെ ഒരു ചെറിയ വിഷയത്തിലേക്ക് കയറാം. നിസ്കാരത്തിൽ ഖുശൂ എങ്ങനെ കിട്ടും? അത് നമ്മൾ പണിയെടുത്തുണ്ടാക്കണം. തെറ്റിൽ നിന്ന് മുക്തമായി പടച്ചോന്റെ മുമ്പിൽ ചെന്ന് നിന്നോൽക്കാണ് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുള്ളൂ. ഏതാണ് തെറ്റ്? ഒഴിവാക്കി ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ആയിരക്കണക്കായ തെറ്റുകളുണ്ട്. ഈ തെറ്റുകളിൽ നിന്ന് നമ്മൾ മുഖവിലക്കെടുത്ത് മുഖ്യമായി പരിഗണിക്കേണ്ട തെറ്റ് ഏതാണ്? അത് അന്യ സ്ത്രീകളെയും അമ്രതുകളെയും യൂട്യൂബിലെ നിഴലുകളെയും പരസ്യ ബോർഡുകളിലെ ഫോട്ടോസുകളെയും പത്രപരസ്യങ്ങളിലെ ടെക്സ്റ്റൈൽസിന്റെ ജ്വല്ലറികളിലെ ഫോട്ടോസുകളെയും നോട്ട് പുസ്തകത്തിന്റെ ചട്ടയിൽ പതിച്ച ഫോട്ടോസുകളെയും കണ്ണ് അതിൽ നിന്ന് ചിമ്പുക, അടക്കുക, വലിച്ചു കെട്ടുക. ഇതാണ് നമ്മൾ നമ്മുടെ തസ്കിയത്തിന്, നമ്മൾ നന്നാകാന്, നമ്മൾ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാകാന്, ഒന്ന് കരഞ്ഞ് ഖുർആൻ ഓതാന്, ഖുർആൻ കേൾക്കുമ്പോൾ ഒന്ന് കരയാന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ പടപടക്കുന്ന ഹൃദയം കിട്ടാന്, റബ്ബിന്റെ മേലിൽ തവക്കുലാക്കാന്, അൽ-യഖീന് കിട്ടാനുള്ള പ്രധാന പരിപാടി കണ്ണ് സൂക്ഷിക്കലാണ്. എന്തുകൊണ്ട് യമനികൾക്ക് കരയാൻ കഴിഞ്ഞു? കൂട്ടിപ്പറയാം. 5.5 മാസക്കാലം യമനിൽ ഞാൻ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന, ഭ്രാന്തുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയ
പീഡികത്തിണ്ണയിൽ തട്ടം തലയിൽ നിന്ന് താഴ്ത്തി തോളിലേക്ക് എത്താനായ ഒരു കിളവിയായ ഉമ്മയുടെ 85 വയസ്സ് തോന്നിക്കുന്ന കിളവിയായ ഒരു ഉമ്മ ഒരു പീഡികത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഉമ്മയുടെ മുഖമല്ലാതെ, ഈ ഉമ്മയുടെ മുടിയല്ലാതെ ആദർശികമായി കണ്ടതാണ്. ഇതല്ലാതെ 5.5 മാസത്തിനടക്ക് ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല. 5.5 മാസക്കാലത്തെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇതേതാ നാട്? നിങ്ങള് മമ്പുറത്തെ തങ്ങളെ നാട്, യമൻ പ്രവിശ്യ, സൻആ തലസ്ഥാനം, ഹളറമൗത്ത് ജില്ല, തെരീം, ഏകദേശം ഒരു 10-2000 വീടുള്ള ഒരു മഹലിന്റെ വലിപ്പത്തിലുള്ള ഒരു നാട്. ഈ നാട്ടിൽ 360 പള്ളി, ഓരോ പേർക്കാർക്കും ഓരോ പള്ളി. ഒഴിവുള്ള സമയത്ത് ഇത്തികാഫിരിക്കാൻ പോകാൻ, ഒഴിവുള്ള സമയത്ത് ഇത്തികാഫിരിക്കാൻ ഓരോ പേർക്കാർക്കും ഓരോ പള്ളി. പിന്നെ അത് തൊട്ടടുത്ത് പേർക്കാർ ഒന്ന് വികസിപ്പിച്ച് വലുതാക്കി. അങ്ങനെ 360 പള്ളി ഒരു 2000 വീടിന്റെ ഇടയിൽ. അങ്ങനത്തെ നല്ലാത്തൊരു നാട്. ആട് മേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ, ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി, ഫഹദ് സലീം എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടി, ഞങ്ങൾ 3 പേരും കൂടിയാണ് ആദ്യമായിട്ട് യമനിൽ പഠിക്കാൻ എന്ന നിലക്ക് ഈ സ്ഥാപനത്തിൽ പോകുന്നത്. തൊഴിലിന് വേണ്ടി നേരത്തെ ഇന്ത്യയിൽ നിന്ന് അവിടെ പോയിട്ടുണ്ട്. ഭൗതിക പഠനത്തിന് വേണ്ടി പോയി എന്നാണ് അനുമാനിക്കുന്നത്. കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ സ്ഥാപനത്തിൽ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങളാണ്. ഈ സ്ഥാപനത്തിൽ നമ്മൾ ചെന്നപ്പോൾ ഉള്ളൊരവസ്ഥയാണ്, ഓ മുത്താലിമീങ്ങളെ, മുത്തുനബിനെ സ്വപ്നം കാണാന്ന് പറഞ്ഞാലൊന്നും അത് ചർച്ചല്ല, അതൊരു വിഷയമല്ല. അതൊക്കെ സാർവത്രികമായിട്ട് ദിക്റിന്റെ സദസ്സ് നടക്കുമ്പോ മുത്തുനബി എന്ന് റസൂലുള്ളാനെ പച്ചക്ക് കണ്ടത് സദസ്സെന്ന് വിളിച്ചു പറയാ, ബോധം കിട്ടുപോകുക. 19 വയസ്സായ ബാബൂദ് പരമ്പരയിലെ കബീലയിലെ ബാബൂദ് പരമ്പര നമ്മളെ കേരളത്തിൽ കേട്ടിട്ടില്ല, പക്ഷെ അവിടെ ഉണ്ട്. ഇനി എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാബൂദ് കബീലയിലെ ഒരു കുട്ടി, ആ കുട്ടിനെ എല്ലാ വെള്ളിയാഴ്ച രാവും നടക്കുന്ന ഈ മൗലൂദിന്റെ സദസ്സിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ ഈ കുട്ടി എന്തോ 1-2 സംസാരം, നമുക്ക് പിന്നെ അത്ര കടുപ്പപ്പെട്ട മഹല്ലി ഭാഷ നമുക്ക് തിരിയില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വർത്താനം പറഞ്ഞ് കുട്ടി പോകും. ഓൽക്ക് തിരിയിക്കാനും ഓലെ നാട്ടുഭാഷയിലല്ലേ പറയണത്, നമുക്ക് തിരിയില്ല. എല്ലാം പതുക്കെ പറഞ്ഞാണ് കുട്ടി പോകും. നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ പോന്നപ്പോൾ ഇസ്മായിൽ ബുഖാരി തങ്ങൾ പോന്നിട്ടില്ല. ഇസ്മായിൽ ബുഖാരി തങ്ങൾ എന്നോട് പറഞ്ഞു, ആ ബാബൂദില്ലേ, അവരെ സംഗതി അറിയുങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഈ മുത്താലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ ഒരു കുട്ടിനെ മാത്രം എന്താ ഇങ്ങനെ ആദരിക്കുന്നു എന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ കുട്ടി മുത്തുനബിയെ യഖ്ളത്തിൽ കണ്ട മഹാനാണ്. അതിന്റെ ആദരവാ അഭിമുഖങ്ങളെ കൊടുക്കണത്. ഈ ഒരവസ്ഥയിൽ ഒരു നാട്, ഒരു നഗരം ഇത്രയും പ്രഫുല്ലമായിട്ട് നിൽക്കുന്നു. എന്താ കാര്യം? കുറ്റമുക്തമായ ജീവിതം. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സാധിക്കുമോ? സാധിക്കും. നിങ്ങൾ ഒരു പണി ചെയ്താൽ മതി മക്കളെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനിച്ചാൽ മതി, ഒക്കെ കിട്ടും, മുഴുവനും കിട്ടും, ഒന്നും ബാക്കി വരില്ല. 72% ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കണ്ണുകൊണ്ടാണ്. 100 തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ 72 തെറ്റ് കണ്ണുകൊണ്ടാണ്. 1000 തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ 720 തെറ്റ് കണ്ണുകൊണ്ടാണ്. ബാക്കി 280 തെറ്റ് ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളെ കൊണ്ടും കൂടി ചെയ്യാനുള്ളൂ. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റതല്ലേ? ഏറ്റവും കൂടുതൽ തവണ ചെയ്യുന്ന തെറ്റതല്ലേ?
തെറ്റിന്റെ സീരിയസ് ചെയ്തവനും കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലേക്ക് കയറാത്തൊരു തെറ്റതല്ലേ? എന്നാൽ മനുഷ്യന്റെ സംസ്കരണം നഷ്ടപ്പെട്ട് മനുഷ്യൻ ഒരു പേക്കോലമാകാൻ, മനുഷ്യന്റെ ഹൃദയം കടുക്കാൻ, മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വറ്റാൻ, ഹൃദയത്തിന്റെ അള്ളാഹുവിനെ പേടിച്ചുള്ള ചലനം നിലക്കാൻ ഇത്ര പറ്റിയൊരു മുതലില്ല. ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ തെറ്റിയതാ മതി. ആയത്ത് ശ്രദ്ധിച്ചോളൂ മുതാലിമീങ്ങളെ. വഖുല്ലിൽ മുഅ്മിനീന, നബിയെ തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണം, യഗുല്ലൂ മിൻ അബ്സാരിഹിം. മിന്ന് തബീളി. എന്താ തബീളിയായ മിന്ന്? കണ്ണ് ചിലപ്പോഴൊക്കെ ഒന്ന് തുറന്നു നോക്കേണ്ടി വരൂലേ, അല്ലെ തട്ടി തടിഞ്ഞു പോകൂലേ. അതുകൊണ്ട് മിൻ കുറച്ച് നോക്കാൻ പറ്റുകൊടുത്തേക്ക് നോക്കിക്കോളി, അത്യാവശ്യമൊക്കെ നോക്കിക്കോളി. ബാക്കിയുള്ളത് മുഴുവനും ചിമ്പിക്കോളണം. എന്താ കിട്ടുക? ഇല്ലത്തിനെ മഅലൂലിന്റെ മേലിലുള്ള അത്ഫ്. ഖുർആനിന്റെ അത്ഫിന്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം അതാണ്. ആദ്യം ഒരു കാര്യം പറയും, എന്നിട്ട് അതിന് രക്ഷപ്പെടാനുള്ള അതുകൊണ്ട് കിട്ടുന്ന കാരണം എന്ന് നിങ്ങൾക്ക് വേണോ? ഗുഹ്യസ്ഥാനം സൂക്ഷിക്കപ്പെട്ട് ജീവിക്കണോ? നിങ്ങൾ കണ്ണു ചിമ്പി ജീവിക്കണം. കണ്ണു ചിമ്പി ജീവിക്കണം. ഈ കണ്ണു ചിമ്പി ജീവിക്കുന്ന എന്ന ഇല്ലത്താണ് ഈ യഹ്ഫദു ഫുറൂജഹും എന്നത്. അത് മഅലൂലാണ്. ഇതുണ്ടായാൽ ഇതുണ്ടാകും. തിരിച്ചും മറിച്ചും നമ്മൾക്കത് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹ് പറയുന്ന കാര്യങ്ങള് ദാലിക അസ്കാലഹും. ഈ മനുഷ്യന്മാർക്ക് തസ്കിയത്ത് വേണം, സംസ്കരണം വേണം, നന്നാകണം, സ്വർഗം കിട്ടണം, രക്ഷപ്പെടണം എന്ന് ആശിച്ച ആളുകളില്ലേ, എന്ന് ആശിച്ച ആളുകളില്ലേ, ആ ആളുകൾക്കൊക്കെ ഒരു സംഗതി ഉണ്ട്. അതെന്താ? അത് തസ്കിയത്ത് എന്നൊരു സംഭവമല്ലേ. അത് കിട്ടണമെങ്കിൽ കണ്ണു ചിമ്പി ജീവിക്കലില്ലാതെ നിർവാഹമില്ല. ദാലിക അസ്കാലഹും. എന്തുകൊണ്ട്? ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഏത് തെറ്റിന്റെയും വിശേഷിച്ചും അശ്ലീല പ്രവർത്തനങ്ങളുടെ, അശ്ലീല വീഴ്ചകളുടെ, അശ്ലീലപരമായ ബന്ധങ്ങളുടെ എല്ലാറ്റിന്റെയും ഹേതു നാരായ പേര് അത് യഥാർത്ഥത്തിൽ ഇതാണ്, ഈ കണ്ണാണ്. കണ്ണ് സൂക്ഷിച്ചവൻ രക്ഷപ്പെട്ടു. 72% ഒരു മനുഷ്യന്റെ തെറ്റിലുള്ള പങ്കാളിത്തം 72% കണ്ണിന്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. കേരളത്തിൽ ഈ ഹദീസ് കേൾക്കാതെ ഖബിൽതു പറഞ്ഞ ഒരു പുതിയാപ്പളി ഉണ്ടാവില്ല. എല്ലാ കുത്തുബിലും പറഞ്ഞു. എന്താ കാര്യം? അനക്ക് നോക്കാനും അനക്ക് ആസ്വദിക്കാനും അന്റെ തടി കഴിച്ചിലാക്കാനും അനക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നീ നിന്റെ കണ്ണും കാതും സൂക്ഷിച്ച് ജീവിക്കണം. എന്റെ ദീനിന്റെ 2 ഭാഗം സൂക്ഷിക്കാൻ ആവശ്യമായ സംഗതി എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗമേ ഉള്ളൂ. നേരത്തെ ശതമാനം ഇതും തമ്മിൽ ടച്ചുണ്ട്. ഒരു വലിയ സംഗതിയാണ്. റിസാലത്തുൽ ഖുശൈരി എന്ന ഒരു കിതാബുണ്ട്, നിങ്ങൾ മുത്താല ചെയ്യണം. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിന്റെ റിസാല, അതിൽ ഖുശൂഇനിക്ക് പറയുന്ന നിർവചനം ഖൈദുൽ ഉയൂനി അനിൻ നദരി എന്നാണ്. പല നിർവചനങ്ങളിൽ ഒരു നിർവചനം അതാണ്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഖുശൂ കിട്ടണമെങ്കിൽ കണ്ണു ചിമ്പി ജീവിക്കണം എന്നാണ്.
ഇമാം ഖുശൈരി തങ്ങൾ ഒരു പണത്തൂക്കം മുമ്പില് അൽ ഖുശൂഉ ഖൈദുൽ ഉയൂനി അനിൻ നദരി, നോക്കാൻ പറ്റാത്ത സംഗതിയിൽ നിന്ന് നോക്കുന്നതിനെ തൊട്ട് കണ്ണുകളെ ചങ്ങലക്ക് വെക്കലാണ് ഖുശൂഉ. ഖാദ ഖൈദ്. ആയത്ത് നോക്കൂ നിങ്ങൾ. وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ ذَلِكَ أَزْكَى لَهُمْ. തസ്കിയത്ത് വേണോ, നന്നാകണോ, കണ്ണിമ്പി ജീവിച്ചോളി. എന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇനി ഓതാ നമ്മൾ ഖദ് അഫ്ലഹ മൻ തസക്കാ. ആർക്കാ തസ്കിയത്തുള്ളത്? കണ്ണിമ്പിയോർക്ക്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആർക്കാ തസ്കിയത്ത് കിട്ടുക? കണ്ണിമ്പിയോർക്ക്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആർക്കാ തസ്കിയത്ത് കിട്ടുക? ഫലാഹ് കിട്ടുക? കണ്ണ് ചിമ്പി ജീവിച്ചവർക്ക്. ഓൽക്കാ ഖുശൂ കിട്ടുക. എന്താ ഫലാഹ് എന്ന് പറഞ്ഞാൽ? ഫലാഹ് ഫലാഹ് എന്നതിന് അറബി ലഫ്ദിൽ പര്യായ പദജാത്തൊരു ലഫ്ദ. ഫലാഹ് നസീഹത്ത് എന്നൊക്കെ പറഞ്ഞു. ഫലാഹിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ ഈ രംഗത്തെ അതിശക്തമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് ഫലാഹിന്റെ അർത്ഥം. മക്കളെ, ഫലാഹിന്റെ അർത്ഥം എഴുതിക്കോളൂ. ഇൽമും ബിലാ ജഹ്ലിൻ, ഇസ്സും ബിലാ ദുല്ലിൻ, ഗിനം ബിലാ ഫഖ്റിൻ, ബഖാഉം ബിലാ ഫനാഇ. ഈ നാലും സമ്മിശ്രമാകുന്ന ഒരു സംജ്ഞയുടെ പേരാണ് ഫലാഹ്. മലയാളത്തിൽ അർത്ഥം വെക്കാൻ കഴിയോ? ഒറ്റ വാക്കിൽ വിജയം എന്ന് പറഞ്ഞ നമ്മൾ പരാജയപ്പെട്ടു. വിജയം എന്ന അർത്ഥം അതിനെങ്ങനെ വെക്കുക? കാഫിരീങ്ങൾ മുഫ്ലിഹീങ്ങളാവൂല. കാഫിരീങ്ങൾ പരീക്ഷയിൽ ജയിക്കണില്ലേ? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണില്ലേ? വല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, വല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ജയിച്ചു കയറിയതല്ലേ? എങ്ങനെ ഫലാഹ് എന്നതിനിക്ക് വിജയം എന്ന അർത്ഥം വെക്കുക? ഒരിക്കലും വെക്കാൻ പറ്റില്ല. അതിന് മഹാന്മാർ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഫലാഹ് എന്നത് കലിമത്തുൻ ലൈസ ലഹാ ലഫ്ദുൻ മുതറാദിഫുൻ. അതിന് മുതറാദിഫായ ഒരു ലഫ്ദില്ല. ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. മറ്റു ഭാഷയിലും പറ്റില്ല, അറബി ഭാഷയിലും പറ്റില്ല. ഈ നാലും കൂടി സമ്മിശ്രമാവണം. മക്കളെ, ഇൽമ് കിട്ടണോ, അജ്ഞത തൊട്ട് തീണ്ടാത്ത ഇൽമ് കിട്ടണോ, ഈ സാധനം വേണം. അഭിമാനമുള്ള ജീവിതം വേണോ, ഈ സാധനം വേണം. ഐശ്വര്യമുള്ള ജീവിതം വേണോ, ഈ സാധനം വേണം. നമ്മൾ മരിച്ചു പോയതിനു ശേഷവും നമ്മൾ ജീവിച്ചതിന് തെളിവും ബാക്കിപത്രവും വേണോ, ഈ സാധനം വേണം. എന്താ കാര്യം? കണ്ണു ചിമ്മി ജീവിക്കണം. ഇത് മനുഷ്യൻ ചെയ്താൽ ഒക്കെ കിട്ടി. റിസാലത്തുൽ ഖുശൈരിയിൽ തന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ നളറ ഇലാ മഹാസിനി ഇംറഅത്തിൻ ഫഗല്ല ബസറഹു ഫീ അവ്വലി മറത്തിൻ അഹദസഹു അല്ലാഹു ലഹു ഇബാദതൻ യജിദു ഹലാവതഹാ ഫീ ഖൽബിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ നളറ ഇലാ മഹാസിനി ഇംറഅത്തിൻ. ഞാൻ കുറച്ച് ചിന്തിച്ച ഒരു ഹദീസാണിത്. എന്തിനാണ് മഹാസിനെ ജമ്മാക്കിയിട്ട് ഇംറാത്തിലേക്ക് ഇളാഫത്ത് ചെയ്തത്? മഹാസിനെ ജമ്മാക്കി ഇംറാത്തിലേക്ക് എന്തിനാ ഇളാഫത്ത് ചെയ്തത്? അത് ഇളാഫത്ത് ജമ്മിയാണല്ലോ. അൽ ഇളാഫത്തുൽ ജമ്മിയത്തു തുഫീദുൽ ഉമൂമ. ഇളാഫത്ത് ജമ്മിയ ഉമൂമിനെ ഫായിദപ്പിക്കുമല്ലോ. ഇംറാത്ത് എന്നത് ജീവൻ ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരു പെണ്ണിന്റെ ഫോട്ടോനെ സംബന്ധിച്ചും ഇത് ഒരു ഇംറാത്താണ്, ഈ നിൽക്കുന്നത് ഒരു പെണ്ണാണ് എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇംറാത്ത് എന്ന നെക്കിറയുടെ മയന പരന്നൊഴുകണം. മഹാസിനെ എന്നത് ഉമൂമിനെ ഫായിദപ്പിക്കണം. രണ്ടും കൂടി സമ്മിശ്രമായപ്പോൾ ഒരു പെണ്ണിന്റെ ഭംഗി എവിടെയൊക്കെയുണ്ടോ അവിടേക്കൊക്കെ യാദൃശികമായി നോക്കിയപ്പോൾ നിയന്ത്രണത്തിൽ പെട്ട പാടെ കണ്ണു ചിമ്പിയായി. യാദൃശികമായി നോക്കിപ്പോയി, കണ്ടുപോയി, പെട്ടുപോയി, അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെ മുന്നിൽ കൂടെ പോയപ്പോ അതാ മന്നളകന്റെ മാന. ഇതാ മന്നളകന്റെ മാന എങ്ങനെ കിട്ടും? അടുത്തു വരുന്നു, കണ്ടപാടെ കണ്ണു ചിമ്പി എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിൽപ്പെട്ട പാടെ കണ്ണു ചിമ്പി. എന്താ സമ്മാനം? സമ്മാനം എന്താ അറിയോ? അഹദസഹുല്ലാഹു ലഹു ഇബാദത്ത്. അല്ലാഹ് അവന് വേണ്ടി ഒരു ഇബാദത്തിനെ പടക്കും. അഹദസ ഖലഖ ഔജദ.
അള്ളാഹു അവന് വേണ്ടി ഒരു ഇബാദത്തിനെ പടക്കും. എന്താ ഇബാദത്തിന്റെ മട്ടം? എന്താണ് അതിന്റെ ഒരു സ്വഭാവം? യജിദു ഹലാവത്തഹാ ഫീ ഖൽബിഹി. ആ ഇബാദത്തിന്റെ മധുരം ഹൃദയത്തിൽ ആസ്വദിക്കും. മധുരമുള്ള നിസ്കാരം വേണോ? മധുരമുള്ള നോമ്പ് വേണോ? മധുരമുള്ള ജീവിതം വേണോ? നമ്മൾ കണ്ണു ചിമ്പണം. എന്താ മഹാസിന് പറയാൻ കാരണം? പൂർണ്ണമായും ഔറത്ത് മറച്ചു നിൽക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മുഖം നമ്മൾ കാണുന്നില്ല, ആ പെണ്ണിന്റെ മുടിനാഴിയുടെ കാണുന്നില്ല. പെണ്ണ് ബൈക്കിലിരിക്കുമ്പോ ബാക്ക് ഭാഗേ കാണുന്നുള്ളൂ, ഒരു മാംസളമായ ഭാഗങ്ങളും കാണുന്നില്ല. നോക്കൽ പച്ച ഹറാമാണ്. എന്തുകൊണ്ട്? അത് മഹാസിന, അത് പെണ്ണാണ്. നമ്മളിങ്ങനെ പോകുന്ന അവസരത്തിൽ റോഡ് സൈഡിൽ നല്ല ടേണിങ്ങിൽ അവിടെ ഒരു പരസ്യ ബോർഡ് വെച്ചിട്ടുണ്ട്, പെണ്ണാണ്, മഹാസിനാണ്. ഈ ഉമൂമ് കിട്ടാനാണ് മുത്തുനബി മഹാസിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ യൂട്യൂബിലെ കാഴ്ചപ്പെട്ടു, സോഷ്യൽ മീഡിയയിലെ കാഴ്ചപ്പെട്ടു, ഇതിൽ നമ്മുടെ പുതിയ സംവിധാനങ്ങളിലെ എല്ലാ കാഴ്ചകളും ഇതിൽപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നോട്ട് പുസ്തകത്തിന്റെ ചട്ടയിൽ പതിഞ്ഞു കിടക്കുന്ന ഫോട്ടോസ് വരെ ഈ പറഞ്ഞ മന്നദറ ഇലാ മഹാസിനിൻ റാത്തിൻ എന്നതിൽപ്പെട്ടു. തടി കിട്ടണമെങ്കിൽ പണി നല്ലോണം. ഇത് നമ്മൾ ചെയ്യാതെ, ഇപ്പണി നമ്മൾ എടുക്കാതെ ഈ മോലേരിയത്തിനൊന്നും ഒരു ചാതും മധുരം കിട്ടൂല. നമുക്ക് ഇസ്തിയാഖത്ത് മുഅശ്ശ കടിയിക്കാരം, മുജഗദ കടിയിക്കാരം, മുത്തലക്ക കടിയിക്കാരം, ബിൽക്കിനായ കടിയിക്കാരം, സയ്യിദുൻ കസീറും അതിനൊക്കെ നമ്മൾ നന്നായി അർത്ഥം വെക്കും. പണ്ഡിറ്റാവും, ആലിമാവും. നമ്മളെക്കാളും ഈ ഇൽമുൽ ബയാന് തിരിയുന്ന, ഇൽമുൽ ബദീഅ് തിരിയുന്ന, ഇൽമുൽ ലുഗ തിരിയുന്ന, നഹ്വും സർഫും തിരിയുന്ന നമ്മളല്ലാത്ത മതസ്ഥരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ നമ്മൾ കൈകൂപ്പി പഞ്ചപുച്ച് മടക്കി നിൽക്കേണ്ടി വരും. അമ്മാതിരി സാഹിത്യങ്ങൾ. ഒരു ഖുർആനെ വെല്ലുവിളിക്കാൻ വേണ്ടി ഒരു ചോറയിച്ച് കൂടുകയാണ്, ശമ്പളം പറ്റി കൂടുകയാണോ അല്ലേ? ഓലൊക്കെ പറയുന്ന സാഹിത്യം, ഓലൊക്കെ പറയുന്ന ബലാഗ ഫസാഹ, നമ്മളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി പോകും. അവരൊക്കെ പണ്ഡിറ്റുകളാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മീസാനുണ്ട്, അജിനാസ് ഉണ്ട്, അൽഫിയുണ്ട്, ഫത്തുൽ മുഈനുണ്ട്, മുഖ്തസറുണ്ട്, ജമ്മുണ്ട്, മഹല്ലുണ്ട്, തഫ്സീർ ബൈളാവിന്റെ ഒക്കെ ഉണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മള് ആലത്തുകൾ ഉപയോഗിച്ചു വലിയാവുള്ളൂ. ചിലത് ആലത്താണ്, ചിലത് ആലത്തിന്റെ ആലത്താണ്. എന്തായാലും പ്രകാശം എന്ന ഈ ഒരു സാധനല്ലേ, നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബി അബ്ദിഹിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിക്കുന്ന പ്രഭ എന്ന് പറഞ്ഞ ഈ ഖശിയത്ത് ഉണ്ടാകുന്ന, മധുരം കിട്ടുന്ന, ഹലാവത്ത് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഈ ഖശിയത്ത് സമം ചേർത്ത അൽഫിൻ പത്തുമീനും ആകണം. അതിന്റെ ആദ്യ ഭാഗം ഈ മൊബൈല് നമ്മൾ നന്നായി സൂക്ഷിക്കണം. പുറത്തേക്ക് ഇറങ്ങിയാലും അകത്തു നമ്മൾ സൂക്ഷിക്കണം. കുടുംബത്തിൽ എളാപ്പാന്റെ മക്കള്, മുത്താപ്പാന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, അമ്മോന്റെ മക്കള്, ജ്യേഷ്ഠന്റെ ഭാര്യ, അതേ പ്രകാരം തന്നെ വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യന്റെ ജ്യേഷ്ഠത്തി അഞ്ചത്തി, അമ്മായിമ്മന്റെ ജ്യേഷ്ഠത്തി അഞ്ചത്തി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരന്ന വടല്ലേ, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. ബന്ധു അതിന്റെ ഈമാൻ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ മാരകമായ സംഗതിയാണ്. അതിനെ വല്ലാതെ വെട്ടിൽ വീഴ്ത്തും. അകത്തെ കള്ളനെ പിടിച്ചു കെട്ടാൻ ഒരാൾക്കും കഴിയില്ല, ഒരു നായക്കും കുരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജന്ന സൂക്ഷിക്കണം. എന്തിനാണ് അൽഹമു അൽ മൗത്ത് എന്ന് പറയുന്നത്? ഇതാണ് മുതഅല്ലിമീങ്ങളുടെ സംഗതി. നമ്മളമ്മയും ബാപ്പയും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓതാനയക്കുന്നത്. നമ്മളെ അയലോക്കത്ത് അങ്ങേ പെരിയിലെ കുട്ടി ഓൻ ഗൾഫിൽ, ഇങ്ങേ പെരിയിലെ കുട്ടി ഓം മൈസൂര്, മുന്നിലെ പെരിയിലെ കുട്ടി ഓം ബാംഗ്ലൂർ, മറ്റേ പെരിയിലെ കുട്ടി ഓൻ സ്കൂൾ പഠനം കഴിഞ്ഞു വന്നിട്ട് പിന്നെ അവനൊരു കടയിൽ നിൽക്കാൻ പോകും. ദിവസം 450 രൂപ കൂലിട്ടു. ബേക്കലെ പെരിയിലെ കുട്ടി അവന് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു, എന്നും 500 പെരി കൊടുക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടും
നമ്മളെ രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ പോകാൻ ആളില്ല. എന്നിട്ട് നമ്മളെ ആ ഷുഗറും കൊളസ്ട്രോളും എല്ലാ അസുഖങ്ങളും കൂടി ഒന്നായിട്ടുള്ള ആ ഉമ്മണ്ടല്ലേ നമ്മളെ 7280 വട്ടം നമ്മളെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്തൊരുമ്മല്ലേ, ആ അമ്മ മിനി ബസ് തൂങ്ങി പിടിച്ച് പോവാണ് നമ്മളെ പെങ്ങന്മാരെ. പഞ്ചാര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണ കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ ആളില്ല. 4 ദിവസമായി അത് കഴിഞ്ഞിട്ട്. പാപ്പാക്കാണെങ്കിൽ പനി പിടിച്ചിട്ട് 4 ദിവസമായിക്കണം. നമ്മളെ കൊണ്ട് ഒരു ലാഭവും കുടുംബത്തിനില്ല. നമ്മളെ കൊണ്ട് ശാരീരികമായി ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയും കുടുംബത്തിന് കിട്ടണമില്ല. ഈ സമൂഹമാണെങ്കിലോ നമ്മൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുക, നമ്മക്ക് വേണ്ടി വിയർപ്പൊഴുക്കുക. പ്രിയപ്പെട്ട ഈ നിസ്വാർത്ഥരായ ഉസ്താദുമാർ യാചിച്ച് കെഞ്ചി അടുക്കളയിൽ കയറിയിട്ട് ഇത് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുവരിക. ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ട് അവര് ഒരു 10 ആൾ കൂടി കിട്ടിയ ഒരു സദസ്സ് കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ആലോചിച്ച് നടക്കുക. എന്നിട്ട് മൂലയരെ കാണുമ്പോ ഓല് ചിന്തിക്കുക, ഇതിപ്പോ പിരിവിനല്ലാതെ എന്തിനാണ് പറയണതങ്ങട്ടെ എഫക്റ്റ് ആകാതെക്കുക. മഴതിന്റെ കലണ്ടറായിട്ട് പോയപ്പോ ഒരു പെരയിൽ കലണ്ടറിന് 200 റുപ്യ കൊടുത്തു. കലണ്ടറിനല്ല മഴതിന്. ചോറ് വേണോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പോകുമ്പോ തന്നെ കുട്ടിയാക്ക് ഐഡിയ പറഞ്ഞു, ചോറ് വേണോ ചോദിച്ചാൽ പിന്നെ മുണ്ടൂല. എവിടെ തൊട്ടടുത്ത് ഹോട്ടലുള്ളതെന്ന് ചോറ്റിന് നേരാകുമ്പോ ചോദിച്ചാണ്ടി എന്നാ പറയല്. അപ്പൊ മനസ്സിലാക്കണം, വലിയ കുട്ടിയാക്ക് ചോറ് ആവശ്യമുണ്ട്. ഈ ഇമ്മാനോട് അത് പറഞ്ഞു. ഇത് വല്ലാത്ത സംഭവമാണിത്. 200 രൂപ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുത്ത ആ വീട്ടില് ചോറ് കൊടുന്നു വെച്ചു. എന്തോ ഒരു പപ്പടോ എന്തോ കൊടുന്നു വെച്ചു. ആ വീട്ടിലന്ന് ചോറ്റിക്ക് കറി വെച്ചിട്ടില്ല. വെക്കാൻ ആ വീട്ടിന്റെ അകത്തൊരു സാധനമില്ല. തന്റെ രക്തത്തിൽ പിറന്ന മക്കൾക്ക് അന്ന് ആ വീട്ടിൽ കറിയില്ല. വെച്ചിട്ടാകയിട്ടല്ല 2 തക്കാളി നോക്കിയിട്ടിട്ട് ഒരു പച്ചമുളകും കീറിട്ടിട്ട് ഒന്ന് ഇളക്കാൻ ആ വീട്ടിൽ സാധനമില്ല. ആ വീട്ടിൽ നിന്നാണ് 200 രൂപ മഴതിൽ കൊടുക്കുന്നത്. ആർക്ക്? അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടിയാക്കല്ല, അവിടുത്തെ പബ്ലിക്കിലെ കുട്ടിയാക്കല്ല, അവിടുത്തെ IT-യിലെ കുട്ടിയാക്കല്ല, അവിടുത്തെ പിന്നെ പോളിടെക്നിക്കിലെ കുട്ടിയാക്കല്ല, അവിടുത്തെ മൂല്യ കുട്ടിയാക്ക്. നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് സമൂഹം പോറ്റുന്നത്? നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബം ഈ ഫീൽഡിലേക്ക് വിട്ടത്? ഭാഷ പഠിച്ചാന നല്ല തെർക്കിബൊക്കെ കിട്ടി ഒരു മൂലേരെ വാപ്പാകണ എനിക്ക് എന്ന് വിചാരിച്ചിട്ട? അയ്യേ, അങ്ങനെ ഒരു സംഭവം. നമ്മൾക്ക് ഒരു പടച്ചോനെ പേടി കിട്ടണം എന്ന് നമ്മളെ കുടുംബം നമ്മൾ നാശിച്ചിട്ടുള്ളൂ. ഏറ്റവും ദീർഘദൃഷ്ടിയുള്ള രക്ഷിതാക്കളാരാ? മക്കളെ ഓതാനായി ചോലി ഒറ്റ ഉത്തരേ ഉള്ളൂ. ഏറ്റവും ദീർഘദൃഷ്ടിയുള്ള ഉമ്മയും ബാപ്പി ആരാന്ന് ചോദിച്ചാൽ, മക്കളുടെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനം എടുത്ത അമ്മയും ബാപ്പി ആരാന്ന് ചോദിച്ചാൽ, മക്കളെ ഓതാനയച്ച അമ്മയും ബാപ്പി. പേരോട് ഉസ്താദിന് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-30 കൊല്ലം മുമ്പ്, 10-25 കൊല്ലം മുമ്പ് പേരോട് ഉസ്താദിന് വലിയ വിലന്റെ ഒരു വണ്ടി കൊടുത്ത് രാജ്യരുണ്ടായിരുന്നു തിരൂര്. അയാളൊപ്പം രണ്ട് മൂല്യന്മാരിങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ആരാ ചോദിച്ചു. അതിന്റെ മക്കള്. ഒരു 10-20 ലക്ഷം രൂപേന്റെ വണ്ടിയിൽ 10-25 കൊല്ലം മുമ്പ് കൊടുക്കണമെങ്കിൽ എത്ര മലയാളിയാണ് അയാളെ 2 മക്കൾ മൂല്യന്മാരാണ്. എന്തേ അയാൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ ഇട്ടിട്ട് അതിന്റെ MD ആക്കി നിർത്തിയാൽ എന്തോ ഒരു മൊഞ്ചേനും. പക്ഷെ ആ ബാപ്പ ഏറ്റവും വലിയ ദീർഘദൃഷ്ടിയുള്ള ബാപ്പയാണ്. മക്കൾക്ക് ഇൽമു കൊടുത്തു. മക്കൾക്ക് പടച്ചോനെ പേടി വേണമെന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ അവരാണ് ബെസ്റ്റ് ഉമ്മയും ബാപ്പയും. എന്താ കാര്യം? നാളെ പരലോകത്ത് ഓലോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ. ഇതിന്റെ അമ്മയാണ്, എന്റെ ബാപ്പയാണ്. കാണുമ്പോ പായ ഓല് ഉമ്മയും ബാപ്പയും. ഓല് ഓടുമ്പോ പിന്നാലെ ഓടിച്ചിട്ട് മക്കൾ പിടിക്കുക. യൗമയഫിറുൽമർഉമിന്നഖിഹിന്റെ തഫ്സീർ ഒന്ന് പോയിട്ട് എടുത്തു നോക്കി. പലോലും ഓടുന്ന കഥ പറയുന്നുണ്ട്. ഉമ്മയും ബാപ്പി എന്നാ മക്കളെ കാണുമ്പോ ഓടണോ? അതിന് തഫ്സീർ പറയുന്നുണ്ട്, ഉമ്മാനും ബാപ്പാനും ഓല് പിടിച്ചാൻ പാഞ്ഞു, ഓല് കുടുങ്ങി നോപ്പായി.
ഓല് കുടുങ്ങി ഉറപ്പായി. ഇനി കുടുക്കിയോലെ തെരഞ്ഞെടുക്കാണ്. അതിലാണ് മാനിയും ബാപ്പാനും കണ്ടത്. ബല കണ്ടപ്പോൾ ഓടി. ബല പിടിക്കുന്ന ഓൽക്കറിയാം, ബല പിടിക്കുന്ന ഇവർക്കറിയാം. ഇവരെ പിടിച്ചാൻ വേണ്ടി തെരഞ്ഞു നടക്കാൻ മറ്റോല് കണ്ടപ്പോ ഇമ്മയും ബാപ്പി ഓടിയപ്പോ പിന്നാലെ മക്കൾ ഓടി. എന്താ കാര്യം എന്നറിയോ? അവരെ തൂക്കി പിടിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവര് പറയുന്ന ഒരു പറച്ചിലുണ്ട്, ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ വാപ്പയാണ്, ഇവർ രണ്ടാളും എനിക്ക് നിന്നിലുള്ള പേടി തന്നില്ല. ഒറ്റ വർത്താനേ ഉള്ളൂ. ഈ വിവരം നമ്മളമ്മാക്കും ബാപ്പാക്കും ഉള്ളതുകൊണ്ടാണ് മക്കളെ നമ്മളെ ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ചത്. ഈ മക്കള് ഒരു പടച്ചോനെപ്പേടിയുള്ള മക്കളാകും എന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഈ വിയർപ്പിന്റെ കണങ്ങൾ നമ്മളെ ചോറ്റിലേക്ക് ഉറ്റിയത്. നമ്മളെ ചോറ്റിലേക്ക് ഉറ്റിയത് ഉപ്പുരസം മാത്രമല്ല, ഈ സമൂഹത്തിന്റെ വിയർപ്പിന്റെ ഉപ്പുരസവും കൂടി നമ്മുടെ കറിയിലുണ്ട്. അതെങ്ങനെയാണ്? ഇവർ പടച്ചോനെ പേടിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുമെന്ന് ആലോചിച്ചത് കൊണ്ടാണ്. ഇനി കോട്ടി ആരെടുത്താ, ഇനി കോട്ടി ആരെടുത്താ, ഇനി ബോള് ആരെടുത്താ, ഇനി നമ്മളെടുത്താ ബോള്, ഇനി നമ്മൾ കളിക്കണം. നമ്മൾക്ക് ഇന്നേ വരെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ പടച്ചോനെ പേടിച്ചാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ മുത്തുനബിയെ തൊട്ട് ലജ്ജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇരുട്ടിലും വെളിച്ചത്തിലും ഒരുപോലെ മലായിക്കത്തിനെ തൊട്ട് ലജ്ജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ സഭയിൽ വെച്ച് ഈ അൽ യഖീൻ എന്ന സെഷനിൽ നിങ്ങൾക്ക് വെള്ളം തന്ന് വെളിച്ചം തന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി എത്ര ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ചിട്ടുള്ളത്, ശാരീരികമായി അധ്വാനിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു സമർപ്പണത്തിന്റെ മനസ്സിന്റെ നന്ദിയായി ഈ സഭയിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ രഹസ്യത്തിൽ അള്ളാഹുവിനെ പേടിച്ചോളാം, പരസ്യത്തിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചതുപോലെ രഹസ്യത്തിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചോളാം, വെളിച്ചത്തിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചതുപോലെ ഇരുട്ടിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചോളാം, തുറന്നിട്ട വാതായനങ്ങൾക്ക് മുമ്പിൽ ഞാൻ അള്ളാഹിനെ പേടിച്ചതുപോലെ അടച്ചിട്ട റൂമിനുള്ളിലും ഞാൻ അള്ളാഹുവിനെ പേടിച്ചോളാം. ഒരു ഖുദ്സിയായ ഹദീസ് കേൾക്കണം നിങ്ങൾ. യബ്ന ആദമ ലാ തജ്അൽനി അഹ്വനൻ നാദിരീന ഇലൈക. ആദമിന്റെ മക്കളെ ലാ തജ്അൽനി. ഖുദ്സിയായ ഹദീസാണ്. എന്താ ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിൽ മാറ്റം? രണ്ടും അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ ഖുർആനാകുന്ന കലാമുള്ളയിൽ ഇജാസ് ഉണ്ട്, അതുപോലത്തെ മറ്റൊരാൾക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്ന വാദമുണ്ട്. അതങ്ങനെയാണ്. ഖുദ്സിയായ ഹദീസ് ആ വാദമില്ല. ഇതാണ് രണ്ടും തമ്മിൽ മാറ്റം. യബ്ന ആദമ, ആദമിന്റെ മോനെ, ലാ തജ്അൽനി അഹ്വനൻ നാദിരീന ഇലൈക. നിന്നിലേക്ക് നോക്കി നിൽക്കുന്ന പലരിൽ എന്നെയും കൂടി പരിഗണിക്കണേ. എന്റെ വാപ്പാനെ പരിഗണിച്ചു, ഉമ്മാനെ പരിഗണിച്ചു, എന്റെ മക്കളെ പരിഗണിച്ചു, എന്റെ ജ്യേഷ്ഠന്റെ മക്കളെ പരിഗണിച്ചു, പ്രീ സ്കൂളുകാരനായ 3 വയസ്സായ കുട്ടിയെപ്പോലും പരിഗണിച്ചു. ഞാനും ഉണ്ടായിരുന്നു അവിടെ, ഞാനും ഉണ്ടാകും അവിടെ. എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണേ. എല്ലാരും പരിഗണിച്ചു. അവരൊക്കെ പോകോളം നിന്നു. ഇന്നെ പരിഗണിച്ചില്ല. ഞാൻ അവിടെ ഉള്ളപ്പോഴും എന്നെ പരിഗണിക്കാതെ എന്റെ അശ്ലീല വീഴ്ചയും കാഴ്ചയും നടത്തി. ലാ തജ്അൽനി അഹ്വനൻ നാദിരീന ഇലൈക. നിന്നിലേക്ക് നോക്കി നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനായി നിസ്സാരനായി എന്നെ നീ ആക്കല്ലടാ. നമ്മളെ പടച്ച റബ്ബ് നമ്മളോട് പറയണത്. മരിച്ചു എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ലിമ്മ ജഅൽതനി അഹ്വനൻ നാദിരീന ഇലൈക. എന്റെ അമ്മാനെ വേണ്ടേതു, അപ്പാനെ വേണ്ടേതു. നബാത്തിയ ഖുത്ബയിൽ വലിയ പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ നബാത്തിയ ഖുത്ബയിലുണ്ട് ഒരു ഭാഗം, ഇന്നക്കും സതഖ്തുമുഹാ അനിൽ അത്ഫാലി സിഗാരി ഫഅൈനൽ മലിക്കുൽ ജബ്ബാർ. നിങ്ങൾ ചെയ്ത ചണ്ടിത്തരങ്ങളും പോരാത്തരങ്ങളൊക്കെ നിങ്ങളുടെ പിഞ്ചു പൈതങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചല്ലോ. വീറ്റോ പവറുള്ള രാജാവായ, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, നാടിമിടിപ്പറിയുന്ന, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാനെ എവിടെ നിർത്തി?
വലിയൊരുന്നാളിന്റെ കുത്തുമ ചോക്കൊണ്ടി അതിലുണ്ടത്. അറഫ മൈതാനിയിലുണ്ടൊരു ദുആ, അല്ലാഹുമ്മ ഇന്നക സതഗ്ത ഉയൂബനാ ഫീ ഹാദിഹി ദുനിയ വനഹനു അഹ്വജു ഇലൈഹി ഫീ ദാരിൽ ആഖിറ. പടച്ചോനെ, ഞങ്ങൾ ചെയ്ത ചണ്ടിത്തരൊക്കെ ഇവിടുന്ന് ഒളിപ്പിച്ചു വെച്ചു. ഞങ്ങൾ ഉറ്റവരും ഉടയവരൊക്കെ ഒരുമിച്ച് കൂടുന്ന വൻസഭ നാളെ പരലോകത്ത് വരുന്നുണ്ട്, അവിടെയും കൂടി എൻ്റെ മാനം കാക്കണേ അല്ലാ. അജിമാരി പൊട്ടിക്കരയുന്ന ഒരു ദുആയാണ്. എന്തിനെ നീ നിന്നെ നോക്കി നിൽക്കുന്ന പലരിൽ നിന്ന് എല്ലാവരും മെയിൻറ്റ് ചെയ്തപ്പോൾ എന്നെ എന്തുകൊണ്ട് മെയിൻറ്റ് ചെയ്തില്ല? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അല്ല, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയുന്ന ഒരു ഹദീസ്, മൗഖൂഫായ ഹദീസാണ്. എന്താണ് അവർ പറയുന്നത്? പറയാൻ മാത്രം വൽപ്പല്ലേ, പറയാൻ മാത്രമുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലാ തഅ്മനന്ന യാ സാഹിബദ് ദംബി മിൻ സൂഇ ആഖിബത്തി ദംബിക. നിന്റെ ദോഷം ചെയ്തവനെ, നിന്റെ ദോഷത്തിന്റെ പിന്നാമ്പുറത്തിൽ വന്ന മറ്റൊരു പ്രത്യാഘാതം നീ നിർഭയപ്പെട്ടു പോകല്ല. നീ തെറ്റു ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും വലിയൊരു തെറ്റുണ്ട്. നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെയും മുത്തുനബിയെയും മലക്കുകളെയും മെയിൻറ്റു ചെയ്തില്ല. അത് നിന്റെ തെറ്റിന്റെ പിന്നാമ്പുറത്ത് വന്ന വലിയൊരു പ്രത്യാഘാതമാണ്. ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റതാണ്. നീ ഒരു തെറ്റ് ചെയ്തിട്ട് നിനക്കതിൽ ആനന്ദം, ഏറ്റവും വലിയ തെറ്റാണടാ ആനന്ദം. നീ ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് നിനക്കതിന്റെ ചാൻസ് അടഞ്ഞുപോയി, അതിൽ നിനക്ക് ഖേദം. നീ ആ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടായതിനേക്കാളും വലിയ തെറ്റാണത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അനക്ക് കാറ്റിനെ പേടിയാണ്. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അടച്ചിട്ട റൂമിന്റെ കതക് കാറ്റ് തുറക്കുമോ, വിരി നീങ്ങുമോ? കാറ്റിനെ വിരി നീക്കുമോ? കാറ്റ് വിരിയെ നീക്കുമോ? നിനക്ക് പേടിയാണ്. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പറിയുന്ന, സ്പന്ദനമറിയുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനെ നീ പരിഗണിച്ചില്ല എന്നത് നീ ചെയ്ത തെറ്റിലെ ഏറ്റവും വലിയ തെറ്റാണ്. നിന്റെ തെറ്റിന്റെ പിന്നാമ്പുറത്തിൽ അതിനേക്കാളും വലിയൊരു തെറ്റായി വന്ന തെറ്റാണ്. മക്കളെ, ഇത് കേൾക്കാനുള്ളതല്ല, ഇത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഈ ഒരവസ്ഥ നമ്മൾക്ക് രൂപപ്പെട്ടെങ്കിലേ, ഈ ഒരു ഈമാൻ നമ്മൾക്ക് രൂപപ്പെട്ടെങ്കിലേ നമ്മൾ മുഅ്മിനായി മരിക്കുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ മഅരിഫത്ത് കിട്ടണം, അല്ലാഹുവിന്റെ ലിഖാ കിട്ടണം, യഖീനിന്റെ ഉയർന്ന ശ്രേണിയിലേക്ക് ഉയരണം. ഈ ഒരു വിശ്വാസം, എൻ്റെ പടച്ചോൻ എന്നെ ഇരുട്ടിലും കാണുമല്ലോ, എൻ്റെ പടച്ചോൻ എന്നെ ആളില്ലാത്തപ്പോഴും കാണുമല്ലോ, എൻ്റെ മുത്തുനബി ഞാൻ ചെയ്യണത് കണ്ട് ലജ്ജിക്കുമല്ലോ, വേദനിക്കുമല്ലോ. ഓ മുതഅല്ലിമീങ്ങളെ, വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇസ്തിഗാസക്കും തവസ്സുലും സിയാറത്തിനും ഒക്കെ തെളിവാണ്, എല്ലാത്തിനും തെളിവാണ്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതിൽ വേറൊരു തെളിവുണ്ട്. അതെന്താ? നിങ്ങള് നമ്മൾ പടച്ചോനോട് ചെയ്ത തെറ്റ്, നമ്മളെ ശരീരത്തോട് നമ്മൾ കാട്ടി പിന്നെ വേണ്ടാത്തരം അക്രമം, ഈ അക്രമം അള്ള പോക്കണമെങ്കിൽ ഡിമാൻഡ് മുത്തുനബി നമ്മൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കണം. റസൂൽ അവർക്ക് വേണ്ടി പോക്കലിനെത്താണ് അള്ള പറയാം. എന്നാ ഞാൻ തൗബ സ്വീകരിക്കാം. മഹാന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ആലിമീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പടച്ചോനോട് ചെയ്ത തെറ്റ് പോക്കാൻ എന്തിനാ മുത്തുനബി അള്ളഹാനോട് പറയണു? എടാ, ഇജ് തെറ്റ് ചെയ്തപ്പോഴൊക്കെ മുത്തുനബി വേദനിച്ചിട്ടുണ്ട്. അന്റെ തെറ്റ് ചോദിച്ചീന് അൻ പുറത്തെന്നാൽ മുത്തുനബിന്റെ വേദന അവിടെ കിടക്കും. അതുകൊണ്ട് നീ ചെയ്ത തെറ്റിന് എനിക്ക് പുറത്തു തരണമെങ്കിൽ ആ തെറ്റ് ചെയ്ത നേരത്ത് വേദനിച്ച, തെറ്റ് ചെയ്തപ്പോഴൊക്കെ വേദനിച്ച മുത്തുനബി എന്നോട് പറയണം, എനിക്ക് അവനോടൊന്നുമില്ല.
എനിക്കും അവനോടൊന്നുമില്ല, ഓൻ്റെ പുറത്താളാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ആദ്യല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ അസ്സലാമു അലൈന. എനിക്ക് രക്ഷിക്കണം, എനിക്ക് സലാമത്ത് തരണം എന്ന് പറയുന്നതിന്റെ മുമ്പ് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? നബിയെ, എനിക്ക് സലാമത്തിനൊന്ന് പഠിച്ചവനോട് ദ്വാരക്കണേ, ഇന്നൊന്ന് കഴിച്ചിലാക്കാൻ ഒന്ന് പറയണേ. ഇർത്തഖബത്തുവിന്റെ സെയിം മായന, അബുതുക്കൽ മിസ്കീൻ യർജുവിന്റെ സെയിം മായന. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഇന്നൊന്ന് കഴിച്ചിലാക്കാൻ ഒന്ന് പഠിച്ചവനോട് പറയണേ നബിയെ. പച്ചയായ ഇത് പറഞ്ഞ് മുത്തുനബി നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹിനോട് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് ദ്വാരന്ന് ആ ദ്വാ സ്വീകരിച്ചിട്ട് വേണം അസ്സലാമു അലൈനാ നമുക്ക് പഠിച്ചവനോട് പറയാൻ. ഇന്നെ കഴിച്ചിലാക്കണം, എന്റെ തെറ്റിൽ നിന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയാന്. എന്തേ കാര്യം? മുത്തുനബി നമ്മളിങ്ങനെ കാണാണ്, ലൈവായിട്ട് ഇങ്ങനെ കാണാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ലൈവായി കാണിക്കണം. മഴത് പറഞ്ഞ സാധാ കാഴ്ചല്ല, പ്രദർശനാണ്. കാണാൻ വേണ്ടി എടുത്തക്കല, കാണാൻ വേണ്ടി എടുത്തക്കല, പ്രദർശനമില്ല. മഴകഥകൾ, കിതാബിന്റെ മഴകഥ, മറ്റ് മെഷീനുകളുടെ മഴകഥൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് പച്ചയായി വ്യക്തമായി ലൈവായി കാണിച്ചു. നല്ലത് കണ്ടാൽ ഞാൻ സ്തുതിക്കും, നല്ലതല്ലാത്തത് കണ്ടാൽ. തലിമീങ്ങളെ, മുത്തുനബിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം 7 അക്ഷരം 2 വേർഡ്. ഷെറെന്നാണ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒറ്റ വേർഡ്, 2 അക്ഷരത്തിന്റെ മേനുള്ള ഒരു 3 അക്ഷരം, ഒറ്റ വേർഡ്. ഇത് താലിറ്റി. എന്താ അറിയോ? മുത്തുനബിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് ഷെറൻ എന്ന് പറയാൻ കഴിയണില്ല. അതുകൊണ്ട് അത്ര സ്നേഹിച്ചിട്ടുണ്ട് മുത്തുനബി നമ്മളെ. ഷെറൻ എന്നുള്ള റിവായത്തുണ്ട്, അത് മയനോണ്ടുള്ള റിവായത്താണ്. അതിന്റെ അസ്ലി റിവായത്ത് വൈറദാലിക്കാണ്. നല്ലതല്ല തലിറ്റി മുക്കുറിച്ച് സാഹിത്യമൊക്കെ പോയിക്കോട്ടെ, ഇഖ്തിസാറൊന്നും വേണ്ട, ഈജാസൊന്നും വേണ്ട, എന്റെ ഉമ്മത്ത് മാനം കെടാതെ. ഈ മുത്തുനബിയെ ഞാൻ എന്റെ ജീവിതത്തിൽ വേദനിപ്പിക്കില്ല എന്ന് ഈ സഭയിൽ വെച്ച് നമ്മൾ തീരുമാനമെടുത്തു. എന്നെ കൊണ്ട് നിന്റെ മുത്തുനബി വേദനിക്കൂല. എന്റെ പ്രവൃത്തി കണ്ട് ഇനി മലായിക്കത്ത് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരൂല. മക്കളെ, ലഹു മുഅഖിബാത്തുൻ എന്ന ആയത്തിന്റെ തഫ്സീർ എടുക്കി. 10 മലക്കുകൾ പകലും 10 മലക്കുകൾ രാത്രിയും ഡ്യൂട്ടി നിശ്ചയിച്ച് 20 മലക്കുകൾ സാദാ സീത മുഴുവൻ മനുഷ്യന്മാർക്കുണ്ട്. യുക്തിവാദിക്കുണ്ട്, നിരീശ്വരവാദിക്കുണ്ട്. അതിൽ 2 മലക്കിന്റെ പണി കണ്ണു സൂക്ഷിക്കല. അവിടെ കുത്തി ഇവിടെ കുത്തി, അല്പം തെറ്റിയില്ലെങ്കിൽ കണ്ണ് തട്ടിയിരും. ഇത് പറയാത്ത ഒരാളുമില്ല. ആരാ തട്ടി തെറിപ്പിച്ചത്? അതിനായിട്ട് 2 മലക്കുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ചിപ്പാക്കാൻ, നന്മയും തിന്മയും അതിങ്ങനെ പിടിച്ച് ചിപ്പാക്കാൻ. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ്ശിമാലി ഖഈദ്. പുതിയ ടെക്നോളജി നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. പഴയ കാലത്തെ ഉസ്താദുമാർ എങ്ങനെയാണ് കർത്തം വെച്ചു കൊടുത്തു, അല്ലാഹു അഅലം. അവരൊക്കെ നമ്മൾ മാലട്ട് സ്വീകരിക്കണം. ഇത് യതലഖൽ മുതലഖിയാനി, ഇത് യഖുദു വയുസ്ബിതു, പിടിച്ച് സ്ഥിരപ്പെടുത്തുക. ഇപ്പൊ നമുക്ക് ഒറ്റടിക്ക് പറഞ്ഞാൽ മതി, ചിപ്പാക്ക്. അതിനു വേണ്ടി മാത്രം 2 മലക്കുകളുണ്ട്. ഇവരെല്ലാം കൂടി നമ്മളെ മേത്ത് കയറി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓല് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് ലജ്ജിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നു നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, മുത്തുനബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, എല്ലാ മുസ്ലിങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്, മലായികത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, അന്ത്യനാളിൽ വിശ്വസിച്ചിട്ടുണ്ട്, എന്താ വിശ്വാസം പറഞ്ഞതിന് ശേഷം വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ഈഖാൻ പറയാൻ കാരണം എന്താ? അവിടെ യഖീൻ പറയാൻ കാരണം അത് കുറച്ച് പരള്ള പണിയാണ്. ദുന്യാവെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു എക്സാമ്പിൾ മഹാന്മാർ പറയുന്നുണ്ട്. എങ്ങനെ അറിയോ? ഒരാളൊരു റൂം എടുത്തു, ഒരു ഹോട്ടലിൽ റൂം എടുത്തു. നാടൻ ഭാഷയിൽ നിങ്ങൾക്ക് ഞാനത് മറ്റൊരു ഭാഷാന്തരപ്പെടുത്തിയതാണ്. അവിടെ മാലുണ്ട്, അഥവാ വ്യഭിചാരത്തിന് പെണ്ണുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും ഇതുവരെ തൊട്ടിട്ടില്ല. ഫ്രഷ് സാധനമാണ്.
ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ട്. എത്രയാണ് ഒരു ദിവസത്തെ വാടക? 10 ലക്ഷം രൂപ. ഇത് കൊടുത്ത് ഓനടുത്ത് കാശുണ്ട്. ഓൻ റൂം ഒക്കെ ഫില്ല് ചെയ്ത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് മുകളിലോട്ട് പോവാണ്. പോകുന്ന സമയത്ത് അവൻ അവിടെ ഒരു തൂണ് കണ്ടു. മഹാന്മാർ പറഞ്ഞൊരു ധാരണ കേട്ടോ, തൂണ് കണ്ടു. ആ തൂണ് ഒരു തീത്തൂണാണ്. അവൻ ഇത് കേറിപ്പോകുന്ന അവസരത്തിൽ ചോദിച്ചു, ആനന്ദത്തിലും പോവാണ്. കേറിപ്പോകുന്ന അവസരത്തിൽ അവൻ ചോദിച്ചു, എന്താണ് ഇത് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താണ്? അത് പറയാൻ വിട്ടതാ. അതിന് നാളെ രാവിലെ റൂം ചെക്കൗട്ട് ചെയ്യുമ്പോ അന്നെ ഒരു 2 സെക്കൻഡ് സമയം ഈ തീത്തൂണിലൊന്ന് പിടിച്ചു കെട്ടു. അത് ഈ സുഖം ഈ റൂം എടുക്കണവർക്കുള്ള ഒരു സംഗതിയാണ്. എന്താ ഓൻ ചെയ്യാം? ഓനെന്താ ചെയ്യാ? അത് രാവിലെ അല്ലേ, അതപ്പോഴല്ലേ എന്ന് വിചാരിച്ച് കയറി പോവോ? ഇല്ല. ഓനാ ചാവി ഒരു ചേകാണ് റിസപ്ഷൻ. ഓന് തിരിഞ്ഞു നടന്നു. ഓൻ കോണിപ്പടി കയറിയില്ല, ഓൻ ലിഫ്റ്റിൽ കയറിയില്ല. എന്തേ കാര്യം? ഈ സെറ്റപ്പും ഈ സജ്ജീകരണവും ഉള്ള ഈ മാനേജ്മെന്റിനെ ഇപ്പണിയൊക്കെ ചെയ്യാമെങ്കിൽ നാളെ ഇവർ ഈ പറഞ്ഞ പണി എന്നെ കൊണ്ട് ചെയ്യാം എന്നാണ് ഇതിന്റെ ഒരു സംഗതി. അതിൽ നമ്മൾ വിശ്വസിച്ചു, അതിൽ അവൻ വിശ്വസിച്ചു. അവൻ അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവൻ അതിൽ നിന്ന് തടി തപ്പി. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റുകൾക്കാണ് മക്കളെ നരകം കൂട്ടിപ്പറയാത്തത്, ശിക്ഷ കൂട്ടിപ്പറയാത്തത്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെ നരകത്തേക്ക് കടക്കാനുള്ള ഇവരുടെ ജാഗ്രത അത്ഭുതാവഹമാണ്, ആശ്ചര്യാവഹമാണ്. ആശ്ചര്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പടച്ചോൻ പറഞ്ഞത് വല്ലാത്തൊരു വർത്താനാണ്. ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് മക്കളെ, തസ്കിയത്ത് വേണം. മോലേരിയത്തിനിക്ക് ഉള്ള ഫലം കിട്ടണോ? പ്രകാശം വേണോ? ഖശിയത്ത് വേണോ? മഅരിഫത്ത് വേണോ? ലിഖാഉള്ള വേണോ? ഒക്കെ പോകട്ടെ. ഈ ദുനിയാവിൽ പ്രതാപം വേണോ? അന്തസ് വേണോ? ഇസ്സും ബിലാ ദുല്ല് വേണോ? ഗിനം ബിലാ ഫഖ്ർ വേണോ? ഇൽമും ബിലാ ജഹ്ല് വേണോ? ബഖാഉം ബിലാ ഫനാ വേണോ? ഈ ജീവിതം ജീവിക്കണം. അവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇത് മുഴുവനും കിട്ടി, പ്രതാപം കിട്ടി, അന്തസ് കിട്ടി. ഇന്നും നമ്മൾ സ്മരിച്ചു. എന്നും ഖിയാമത്ത് നാൾ വരെ സ്മരിക്കാൻ ഈ സ്ഥാപനം പണിതു. എന്തേ കാര്യം? അവർക്ക് ഇൽമുണ്ടായി. ഒരു വാദപ്രതിവാദത്തിന് പോകുമ്പോഴും ഇതിൽ തോൽക്കുമെന്ന ഒരു ധാരണയുണ്ടായില്ല. ജഹ്ല് തൊട്ട് തീണ്ടാത്ത ഇൽമ. അന്തസ്സും അഭിമാനവും കിട്ടി. ഒരിക്കലും പരാജയപ്പെട്ടില്ല. ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടുന്ന ബഖാ, ഒരിക്കലും അത് നശിച്ചു പോയില്ല. അന്തസ്സോടെ ഐശ്വര്യത്തോടെയുള്ള ജീവിതം. ഇവിടെ നിന്ന് അരി കൊണ്ടുപോയി, ഇവിടെ നിന്ന് ഈ പാലക്കാടിൽ നിന്ന് അരി കൊണ്ടുപോയി കൂട്ടിലങ്ങാടി പാലത്തിന്റെ അപ്പുറത്തേക്ക് ഇറക്കി. അതിൽ നിന്ന് കൊണ്ടുപോയ അരിയിൽ നിന്ന് പകുതി സംഘടനാ പ്രവർത്തനത്തിനും ദീനീ പ്രവർത്തനത്തിനും വേണ്ടി അതിന് വിറ്റ് കാശാക്കി എടുക്കാൻ വേണ്ടി കൊടുത്ത അഭിവന്യരായ ഇ.കെ. ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ, അത് കിട്ടി. ഉസ്താദുമാരെ പഠിക്കി. നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പഠിക്കി, ബഹുമാനപ്പെട്ട മാരാമംഗൽ ഉസ്താദിനെ പഠിക്കി, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പഠിക്കി, നമ്മളെ ഗുരുനാഥന്മാരെ പഠിക്കി. അവർക്കൊക്കെ ഈ സാധനങ്ങളുണ്ട്. എന്തുകൊണ്ടുണ്ട്? അവർക്ക് ഖശിയത്തുണ്ട്, അവർക്ക് തസ്കിയത്തുണ്ട്, അവര് പഠിച്ച ഇൽമിന് പ്രകാശമുണ്ട്. അവരെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നിടത്തും സമൂഹം ഇച്ഛിക്കുന്നിടത്തും അവര് നിന്നിട്ടുണ്ട്. അതിൽ നമ്മളും നിൽക്കണം. ഇതാണ് നമ്മുടെ യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ യഖീൻ എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലും പരസ്യത്തിലും എന്റെ പടച്ചവൻ എന്നെ നോക്കുന്നുണ്ട് എന്ന വിചാരത്തിനാണ് യഖീൻ എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കിയ യഖീൻ ഒരുപാട് മഹത്വമുണ്ട്. ആദ്യം മഅരിഫത്ത്,
പിന്നെ യഖീന്, പിന്നെ ആദ്യം മഅരിഫത്ത്, പിന്നെ യഖീന്, പിന്നെ തസ്ദീഖ്, പിന്നെ ഇഖ്ലാസ്, പിന്നെ 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 ഷഹാദത്ത്, പിന്നെ താഅത്ത്. ഇങ്ങനെയാണ് അതിന്റെ തർത്തീബ് പോകുന്നത്. റിസാലത്തുൽ ഖുശൈരിയ്യ അൽ യഖീന്റെ ബാബ് എടുത്ത് നോക്കോണ്ടി, അതിൽ കാണാം ഈ തർത്തീബൊക്കെ. നിങ്ങളെല്ലാവരും അൽ യഖീൻ എന്നൊരു ബാബ് റിസാലത്തുൽ ഖുശൈരിയ്യയിലുണ്ട്. അതൊന്നെടുത്ത് ഒന്ന് മുത്താല ചെയ്യും കൂടി ചെയ്താൽ വൃത്തിയായി. ഇനി മുത്താല ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് ഈ പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്ന് ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ഈ കാശ് മുതലായി, ഈ സമയം മുതലായി, നമ്മൾ അധ്വാനം ഫലപ്പെട്ടു. നമ്മളെ കൊണ്ട് സമൂഹത്തിനും നാടിനും ഞമ്മക്കും ഉപകാരം കിട്ടും. അല്ലാഹു തൗഫീഖ് ആക്കട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദ്വാരക്കണം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.